കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ ആളില്ലാതെ കാലിയായി ഓടുന്നതിന്റെ നഷ്ടം നികത്താൻ പുത്തൻ പരിഷ്കാരവുമായി കെ.എസ്.ആർ.ടി.സി. സംസ്ഥാനതല റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളിലെ പോലെ ഡൈനാമിക് ടിക്കറ്റ് പ്രൈസിംഗ് സംവിധാനം ആരംഭിക്കാനാണ് കെ.എസ്.ആർ.ടി.സി പദ്ധതിയിടുന്നത്. ആദ്യഘട്ടത്തിൽ ബംഗളൂരു, മൈസൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രീമിയം ബസ്സുകളിലാണ് നടപ്പിലാക്കുക. പുതിയ പദ്ധതി വിജയമായാൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന കൂടുതൽ യാത്രക്കാർ കെ.എസ്.ആർ.ടി.സിയിലേക്ക് എത്തും എന്നാണ് കരുതുന്നത്. ഡൈനാമിക് പ്രൈസിംഗിന് കെ.എസ്.ആർ.ടി.സി ഡയറക്ടർ ബോർഡ് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. എന്നാൽ എപ്പോഴാണ് നിലവിൽ വരിക എന്ന പ്രഖ്യാപനം പിന്നീടാണ് ഉണ്ടാകുക. പ്രവൃത്തി ദിവസങ്ങളിൽ പലപ്പോഴും ബസ്സുകൾ ഒരു ഭാഗത്തേക്ക് ആളില്ലാതെയാണ് സർവീസ് നടത്തേണ്ടി വരുന്നത്. ഇങ്ങനെ വരുന്ന നഷ്ടം ഡൈനാമിക് പ്രൈസിംഗിലൂടെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവൃത്തി ദിവസങ്ങളിൽ കെ.എസ്.ആർ.ടി.സി AC ബസ്സുകളെ അപേക്ഷിച്ച് സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് കുറവാണ്. യാത്രാ ആപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ കൂടുതലായും കുറഞ്ഞ നിരക്കുള്ള ബസ്സുകൾ തിരഞ്ഞെടുക്കാറാണ് പതിവ്. ഈ രീതി കെ.എസ്.ആർ.ടി.സിയിലും നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. കേരള, കർണാടക എന്നീ RTC ബസ്സുകളിൽ ഉത്സവ സീസണുകളിലും വാരാന്ത്യങ്ങളിലും ഫ്ലെക്സി നിരക്കുകളാണ് ഈടാക്കുന്നത്. AC, നോൺ AC ബസ്സുകളിൽ ഒരു മാസം മുൻപും 24 മണിക്കൂർ മുൻപും ടിക്കറ്റ് എടുത്താൽ 20 മുതൽ 30% വരെ അധിക നിരക്ക് നൽകണം. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വെള്ളിയാഴ്ചകളിലും തിരിച്ച് ഞായറാഴ്ചകളിലുമാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ തിങ്കളാഴ്ച അടക്കമുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ബംഗളൂരുവിൽ നിന്ന് മടങ്ങുന്ന ബസ്സുകളിൽ 10-ൽ താഴെ യാത്രക്കാരാണ് ഉണ്ടാകാറുള്ളത്. ഇന്ധന ചെലവ് പോലും ലഭിക്കാത്തത് കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. സംസ്ഥാനതല റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന പ്രീമിയം AC ബസ്സുകളിൽ നിരക്ക് കുറയ്ക്കാനുള്ള നടപടി കർണാടക കെ.എസ്.ആർ.ടി.സിയും ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഗതാഗത വകുപ്പിന് സമർപ്പിച്ചുവെങ്കിലും അന്തിമ അനുമതി ആയിട്ടില്ല. കേരളവും തമിഴ്നാടും കൂടുതൽ AC ബസ്സുകൾ സർവീസ് ആരംഭിച്ചതോടെയാണ് കർണാടകയും ഈ രീതി അവലംബിക്കാൻ പദ്ധതിയിടുന്നത്. പുതിയ ബസ്സുകൾ എത്തിയതോടെ കേരള RTC ബംഗളൂരു സർവീസുകൾ AC-യിലേക്ക് മാറ്റി. നിലവിൽ സർവീസ് നടത്തുന്നതിൽ 90% AC പ്രീമിയം വിഭാഗത്തിലാണ്. മുൻപുണ്ടായിരുന്ന AC സീറ്റർ ബസ്സുകൾക്ക് പകരം സ്ലീപ്പർ, സീറ്റർ കം സ്ലീപ്പറും ഡീലക്സ് ബസ്സുകൾക്ക് പകരം AC സീറ്റർ ബസ്സുകളും സർവീസിനെത്തി. ഇതോടെ സ്വകാര്യ കർണാടക RTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് കേരള RTC ബസ്സുകളെയാണ്. AC ബസ് സർവീസുകൾ കൂടുതലായിട്ടും തിരുവനന്തപുരം, കൊട്ടാരക്കര, കോട്ടയം, എറണാകുളം, തൃശൂർ, തിരുവല്ല, പാല, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കാണ്. വടകര, കണ്ണൂർ, തലശ്ശേരി, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലേക്കാണ് നോൺ AC സർവീസുകൾ കൂടുതലായിട്ടും നടത്തുന്നത്. ഒരു ബസ്സിൽ ആദ്യം ബുക്ക് ചെയ്യുന്ന നിശ്ചിത ശതമാനം ടിക്കറ്റുകൾക്കാണ് നിരക്കിളവ് ലഭിക്കുക. അങ്ങനെ 50% സീറ്റുകൾ അനുവദിക്കാം. ബാക്കി വരുന്ന 40% സീറ്റുകളിൽ സർവീസ് ആരംഭിക്കുന്നതിന്റെ ഒരാഴ്ചയ്ക്കുള്ളിൽ ടിക്കറ്റ് എടുത്താൽ പതിവ് നിരക്കും 10% സീറ്റുകളിൽ 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് നിശ്ചിത ശതമാനം അധിക നിരക്കും ഈടാക്കും. വിമാന കമ്പനികളാണ് ആദ്യമായി ഡൈനാമിക് പ്രൈസിംഗ് സംവിധാനം ആരംഭിച്ചത്. എങ്കിലും ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയും നടപ്പിലാക്കുകയാണ്. ഉത്സവ സീസണുകളിലെ സ്പെഷ്യൽ ട്രെയിനുകളിലാണ് സമാന രീതി ഏർപ്പെടുത്തിയത്. ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിനുകളിൽ 30% അധിക നിരക്കാണ് ഈടാക്കുന്നത്. അതേസമയം അയ്യപ്പ ഭക്തരുടെ യാത്ര സുഗമമാക്കാനായി ഒരുക്കങ്ങളുമായി കെ.എസ്.ആർ.ടി.സി രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 450 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് ഓരോ മിനിറ്റിലും 3 ബസ്സുകൾ വീതം ഭക്തരുടെ തിരക്കനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഭക്തരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടുതൽ ബസ്സുകൾ ഓടിക്കും. 202 ബസ്സുകളാണ് ചെയിൻ സർവീസിനായി നിലവിൽ പമ്പയിൽ എത്തിച്ചിട്ടുള്ളതെന്ന് കെ.എസ്.ആർ.ടി.സി പമ്പ സ്പെഷ്യൽ ഓഫീസർ റോയ് ജേക്കബ് പറഞ്ഞു. ലോ ഫ്ലോർ AC, ലോ ഫ്ലോർ നോൺ AC ബസ്സുകൾ ഉൾപ്പെടെയാണ് ഇത്. 248 ദീർഘദൂര സർവീസുകളും വിവിധ ഡിപ്പോകളിൽ നിന്ന് പമ്പയിലേക്ക് നടത്തുന്നുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പമ്പയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്ന തീർത്ഥാടകരെ പമ്പയിലെത്തിക്കുന്നതിനും സർവീസുകൾ നടക്കുന്നുണ്ട്. നിലയ്ക്കൽ പമ്പ സർവീസിനായി 350 വീതം ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പമ്പയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും നിയന്ത്രണത്തിനുമായി 95 ജീവനക്കാരെയും കെ.എസ്.ആർ.ടി.സി വിന്യസിച്ചിട്ടുണ്ട്. പമ്പ സ്റ്റാൻഡിൽ ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി മെക്കാനിക് ഗാരേജ് പ്രവർത്തിക്കുന്നുണ്ടെന്നും കെ.എസ്.ആർ.ടി.സി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ സഞ്ചരിക്കുന്ന വർക്ക്ഷോപ്പ് പമ്പ, നിലയ്ക്കൽ, പ്ലാപ്പള്ളി, പെരിനാട് എന്നിവിടങ്ങളിലുമുണ്ട്. പമ്പയിൽ കെ.എസ്.ആർ.ടി.സി ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് വേണ്ടത്ര വിശ്രമം ഉറപ്പുവരുത്താനും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരക്ക് കൂടുന്നതനുസരിച്ച് കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.